അങ്ങനെ കുറേ ഫുഡ് വീഡിയോസിന് ശേഷം വി ആർ ബാക്ക് വിത്ത് എ ട്രാവൽ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന കൊടൈക്കനാലാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. പൊതുവെ പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പൊന്നും നടക്കാറില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ് ഒന്നും ഞങ്ങൾ ചെയ്തില്ല. പക്ഷെ എപ്പോൾ ഇറങ്ങണം എന്നുള്ള ഒരു പ്ലാനിങ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വേറെ ഒന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനിങ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂർ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുലർച്ചെ 2 മണിക്ക് ഇറങ്ങി. ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും, ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഇവൻ്റെ പേര് സാലിം ആൻഡ് അവൻ്റെ ആക്സസ് 125 ആണ്. ഇനിയുള്ള 3 ദിവസം ഞങ്ങളെയും കൊണ്ട് കൊടൈക്കനാൽ അങ്ങാടി മൊത്തം ചുറ്റി കാണിച്ചു തരാൻ പോകുന്നത്. പൊതുവേ എനിക്ക് മല കയറാൻ പോകുമ്പോഴും ഹെയർ പിന്നൊക്കെ കയറുമ്പോഴും കാറിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ബൈക്കാണ്. അതാവുമ്പോൾ ഈ കാറ്റൊക്കെ കൊണ്ട് കുറച്ചും കൂടി വിസിബിളായിട്ട് നമുക്ക് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വടക്കാഞ്ചേരി, കൊല്ലങ്കോട്, പൊള്ളാച്ചി, പഴനി വഴിയാണ് കൊടൈക്കനാലിലേക്ക് വന്നത്. കേരളം വിട്ട് തമിഴ്നാടായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുണ്ടായിരുന്നു. പിന്നെ രാവിലെ പിന്നെ നല്ല കാറ്റാടി യന്ത്രങ്ങളുടെ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2-3 ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ 7 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ കൊടൈക്കനാൽ വെൽക്കംസ് യു എന്നുള്ള ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ നിർത്തി ഹെയർ പിന്നൊക്കെ കയറിനായിട്ട് മുന്നേ ഒരു ചായ കൂടിയും കുടിച്ച് ഒരു ചെറിയൊരു കടിയും കുടിച്ച് പെട്രോളൊക്കെ വീണ്ടും അടിച്ച് നൈസായിട്ട് യാത്ര തുടർന്നു. ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ പിന്നെ അറിയാമല്ലോ, പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫുൾ വ്യൂ ആസ്വദിക്കാൻ. മുകളിൽ കയറുമ്പോൾ തന്നെ അടിയിൽ നല്ല രീതിയിൽ ലേക്ക് കാണാണ്ടായിരുന്നു. ആ ഒരു വ്യൂ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അടിയിൽ ലേക്കും അതിൻ്റെ അടുത്ത് ഫാമിംഗ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു. കൊടൈക്കനാൽ എത്തുന്നതിനെക്കാട്ടി മുന്നേയായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഒഫീഷ്യൽ വ്യൂ എന്നൊക്കെ പറയില്ല, ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ഇവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വേനൽക്കാലമാണല്ലോ, അതുകൊണ്ട് വലിയ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതായിരുന്നു ആദ്യത്തെ വ്യൂ പോയിന്റ്. ഇത് കണ്ട് ഇവിടുന്ന് മെല്ലെ നീങ്ങി ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഭാഗത്തെത്തി. അങ്ങനെ ലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തു, കാരണം ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ. അതിനാണ് ലേക്കിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഒരു മസാല ദോശയാണ് കഴിച്ചത്. അങ്ങനെ മസാല ദോശ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു പേസ്ട്രി ഷോപ്പ് ഉണ്ടായിരുന്നു. കൊടൈക്കനാൽ വന്നാൽ എന്തായാലും പോകണമെന്ന് പറയുന്ന ഒരു പേസ്ട്രി ഷോപ്പ്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ആ പേസ്ട്രി ഷോപ്പിൽ നിന്ന് പേസ്ട്രീസൊക്കെ കഴിച്ചിട്ട് കൊടൈക്കനാൽ അങ്ങാടി ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഒഫീഷ്യൽ ഫസ്റ്റ് സ്പോട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് വ്യൂ പോയിന്റ് ഡോൾഫിൻ ഹിൽസ്, അതായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. അങ്ങനെ വണ്ടി വെച്ചു, പിന്നെ നടത്തമായിരുന്നു. അങ്ങനെ വിചാരിച്ച് സിമ്പിളായിട്ട് നടന്നു പോകാൻ പറ്റുന്നു. പക്ഷേ അത്രയ്ക്ക് സിമ്പിളായിരുന്നില്ല, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകേണ്ട കാരണം എന്താണെന്നറിയില്ല, കുറേ നാളായിട്ട് നടക്കാത്ത കാരണം ബോഡിക്ക് എന്തോ ഒരു വലിവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അതാണ് മെയിൻ വ്യൂ പോയിന്റ് എന്ന്. അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോയിൽ കണ്ടുള്ള പോലത്തെ ഒന്നുമല്ല ഇവിടെ വന്നപ്പോൾ. അപ്പോൾ വ്യൂ പോയിന്റ് അതല്ല, വേറെയാണെന്ന് അപ്പം തന്നെ മനസ്സിലായി. അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറേ നടന്നു. പക്ഷേ ഈ വ്യൂ പോയിന്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞും കോടമഞ്ഞ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടിയിലേക്ക് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞെത്തിയപ്പോഴാണ് ആ കാണുന്നതാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ്. അത് അടിപൊളിയാണ്. ഇതാണ് ശരിക്കും ഡോൾഫിൻ ഹൗസ് എന്ന് പറയുന്നത്. ആ ഒരു പാറക്കല്ലുമ്പോൾ കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാൻ വലിയ രസമൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അവിടുന്ന് വീണ് പോയാൽ കഴിഞ്ഞ ആഴ്ച 2 ആൾ വീണുണ്ടെന്നൊക്കെ അവിടുത്തെ ഗൈഡ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകും. തിരിച്ച് ഈ കാറ്റൊക്കെ കയറണ്ടേ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. കാരണം എളുപ്പമല്ല കയറി വരാൻ. നമ്മൾ ഡെയിലി അല്ല, വീക്ക്ലി മന്ത്ലിയൊക്കെ ഓരോ ട്രക്കിങ് ചെയ്യുന്നവരെന്ന് വെച്ചാൽ അവരൊക്കെ സിമ്പിളായിട്ട് കയറി പോരാൻ പറ്റും. നമ്മളങ്ങനെ അല്ലല്ലോ, ഫുൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് വല്ലപ്പോഴൊക്കെയാണ് നടക്കാൻ പോണത്. അങ്ങനെ ഡോൾഫിൻ ഹൗസ് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം നല്ല റെസ്റ്റ് എടുത്തു. ഫുഡ് കഴിച്ചില്ല, കാരണം ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ലഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ നേരമായപ്പോഴത്തേനും. പക്ഷെ ഞങ്ങൾ ലൈറ്റായിട്ട് ഒരു സോഡയും ഒരു നൂഡിൽസും കഴിച്ചിട്ട് കുറച്ചു നേരം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തു. എന്നിട്ട് മാത്രമാണ് അടുത്തൊരു സ്പോട്ടിലേക്ക് ഞങ്ങൾ പോയത്.
അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ പടം ഇറങ്ങിയതിൻ്റെ ശേഷം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഞങ്ങൾ ബൈക്കായി കൊണ്ടുവന്നത് കാരണം രക്ഷപ്പെട്ടു എന്ന് പറയാം. അത്രയും നല്ല ബ്ലോക്കായിരുന്നു. മണിതർ ഉണർന്നുകൊള്ള ഇത് മണിത കാതലല്ല, അതേയും താണ്ടി പുതിനമാണിത്. വെൽക്കം ടു ഗുണ കേവ്സ്. മഞ്ഞുമൽ ബോയ്സ് ഫിലിം ഇറങ്ങിയതിന് ശേഷം തോന്നുന്നുണ്ട് ഇവിടെ ഇത്രയും തിരക്ക്. കൊടൈക്കനാൽ ടൗണിൽ പോലും ഇത്ര ആൾക്കാർ ഞാൻ കണ്ടില്ല. അതിന് മാത്രം അതും മലയാളീസാണ് കൂടുതലും ഇവിടെ ഉള്ളത്. പോലീസ് വരണ്ട് ഇത്രയും ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഡോൾഫിൻ ന്യൂസ് വെച്ച് നോക്കുമ്പോൾ ഗുണ കേവ്സ് അത്ര അധികം നടക്കാനൊന്നുമില്ല. ഒരു ചെറിയൊരു സ്പോട്ടാണ്, പെട്ടെന്ന് നമുക്ക് കണ്ടിറങ്ങാൻ പറ്റും. കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ് ആവാണ്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ പാലിച്ച് വേണം നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗുണ കേവ് ഒക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഗുണ കേവിലെല്ലാം റെസ്റ്റ് എടുത്താൽ അവിടുത്തെ പൈൻ ട്രീസ് ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട്. ആ പൈൻ ഫോറസ്റ്റിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. വിടുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 4:30-5 മണിയായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് ഇന്നെന്തായാലും കൊടൈക്കനാൽ ടൗണിൽ സ്റ്റേ ചെയ്യേണ്ട, നമ്മൾ കുറച്ചും കൂടി ഉള്ളിലായിട്ട് ഉൾഗ്രാമങ്ങളിൽ പോയി ചേക്കേറാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പൂമ്പാറയ്ക്കാണ്. പൂമ്പാറയിലാണ് ഞങ്ങൾ സ്റ്റേ അടിച്ചത്. ഞങ്ങൾ മൊത്തത്തിലൊരു പ്ലാനിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേ ഞങ്ങൾ കൊടൈക്കനാൽ ഒന്ന് ചുറ്റി കണ്ടിട്ട് അന്ന് രാത്രി പൂമ്പാറയിലെത്തി അവിടെ സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം ഉൾഗ്രാമങ്ങളായ പൂണ്ടി, പൂമ്പാറ, കൂക്കൽ അങ്ങനത്തെ ലോക്കൽ പ്ലേസസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയായിട്ട് അവിടുന്ന് തിരിച്ച് കൊടൈക്കനാലിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി വാൽപ്പാറ വഴി ഉടുമൽപേട്ട്, വാൽപ്പാറ, മലക്കപ്പാറ, അതിരപ്പള്ളി വഴിയാണ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂർക്ക് വരാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 ദിവസത്തെ വീഡിയോ ഇനി വരുന്നതായിരിക്കും. പാർട്ടായിട്ടാണ് വെച്ചത്. ഒക്കെ കൂടിയിട്ട് ഒരു വലിയ ലെങ്തി വീഡിയോ ആയിരിക്കും. പിന്നെ ഞാൻ ട്രാവൽ വീഡിയോസ് അധികം ചെയ്യാത്ത കാരണം അത്യാവശ്യം നല്ല ബോറായിരിക്കും എനിക്കറിയാം.